भीगी भीगी सड़कों पे मैं तेरा इंतजार करूं, धीरे धीरे दिल जो दिल को भा रही है वो तेरी शायरी है या कोई शायरा. അപ്പോൾ ഞാൻ നിങ്ങളുടെ പുതിയ എപ്പിസോഡായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് എപ്പിസോഡ് 18 ആണ്, നമ്മുടെ ഫൈനൽ എപ്പിസോഡ്. എല്ലാവരും കാത്തിരുന്ന ഒരു എപ്പിസോഡാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുവരെയുള്ള എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തേതും ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. മാക്സിമം ഞാൻ സൺഡേ ഇടാനാണ് പ്ലാൻ ചെയ്തത്. അറിയാമല്ലോ, സാറ്റർഡേ ഒരു ഇത് കാരണം എനിക്ക് ഇടാൻ പറ്റിയില്ല. പറ്റിയാൽ ഈ സൺഡേ തന്നെ ഇടും, പറ്റിയില്ലെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീക്കോട്ട് മിക്കവാറും പോസ്റ്റ്പോൺ ചെയ്യും. പറ്റിയില്ലെങ്കിൽ മാക്സിമം ട്രൈ ചെയ്യാൻ ഇന്ന് തന്നെ ഇടാനായിട്ട്. അതിനുള്ളിൽ അന്ന് പ്രിയയുടെ എൻട്രി വെച്ചാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നിർത്തിയത്. അപ്പോൾ ആ എൻട്രി നമുക്കിനി ഇന്ന് കാണാം. എൻട്രി മീൻസ് ആ ഒരു ഇത് എന്താണെന്നുള്ളത് നമുക്ക് നേരെ വീഡിയോയിൽ കാണാം. ഒരുപാട് പറഞ്ഞ് ലാഗടിപ്പിക്കുന്നില്ല, നേരെ എപ്പിസോഡിലേക്ക് പോകാം. പ്രിയ, എന്തായി? റെഡിയായോ? എവിടെ? കാണട്ടെ. ദേ വരുവാടാ. ആഹാ, കൊള്ളാലോടാ. എന്നപ്പോ നീ പൊളിക്കുമല്ലോ. ശരി ശരി ശരി, നടക്കട്ടെ. ഞാനപ്പോ ചെന്ന് റെഡി ആവട്ടെ. ആഹാ, നീയും കൊള്ളാലോ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇനിവേ ഞാൻ ലാസ്റ്റ് ഡേ അല്ലേ, അടിച്ചു പൊളിച്ചോ. അതേടാ, എന്തായാലും ഇന്നൂടെ, അതായത് എക്സാം വരെ ഞാൻ കാണത്തുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നേരെ ദുബായിൽ പോവല്ലേ. എനിവേ ഐ വിൽ മിസ് യു. എന്തായാലും അവിടെ വെച്ച് എനിക്ക് സാരി കാര്യങ്ങളൊന്നും നടക്കത്തില്ല. എവിടെയെങ്കിലും അത് പറ്റിയല്ലോ, അതിൻ്റെ സന്തോഷമുണ്ട് പോകുന്നതിന് മുന്നേ. അപ്പോൾ വാ, നമുക്ക് പോവാം. ആഹാ, എന്താ ഇത്ര നേരത്തെ നിങ്ങളെ? സാരിയിലൊക്കെയാണല്ലോ. എന്താ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? അതേടാ, നേരത്തെ വരാൻ പറഞ്ഞായിരുന്നു. പരിപാടിക്കൊന്നുമില്ല, റിസപ്ഷനിസ്റ്റ് നിൽക്കാനുണ്ടല്ലോ, അപ്പം അതിന് വേണ്ടി ടീച്ചർ നേരത്തെ വന്നെന്ന് പറഞ്ഞു. അതേടാ, റിസപ്ഷനിസ്റ്റ് നിൽക്കാൻ വന്നതാ. അല്ല, നീയും നേരത്തെ ആണല്ലോ, എന്തെത്തി? അത് പിന്നെടാ, ഞാൻ ആങ്കറിങ്ങിനുണ്ട്, അതാ ഞാൻ നേരത്തെ വന്നത്. പിന്നെ ലാസ്റ്റ് ഞങ്ങളുടെ പ്രോഗ്രാം ഉണ്ട്, കണ്ടിട്ടേ പോകും. പിന്നെ ഇതിൻ്റെ പാട്ടുകാരനുണ്ട് ഒരു പ്രോഗ്രാം. ആണോ? ഇനാഗ്രേഷൻ സോങ്ങിനുണ്ടെന്ന് അറിഞ്ഞായിരുന്നു. അപ്പോൾ ലാസ്റ്റ് പ്രോഗ്രാമിനുണ്ടല്ലേ. അപ്പം എന്തായാലും രണ്ടുപേരെ കണ്ടിട്ട്. എന്നാൽ ശരിയടാ, നമുക്ക് പിന്നീട് കാണാം. ഞാനെന്നാൽ അങ്ങോട്ട് ചെല്ലട്ടെ. ഓ ശരിയടാ. ശരിയടാ, ഞങ്ങളിവിടെയൊക്കെ തന്നെ ഉണ്ട് എപ്പോഴായാലും. ദിയ, അശ്വിനിയല്ലേ പോയത്? ആണോ? എനിക്കും തോന്നി ആരോ പോയത്. എന്തായാലും വാ, നമുക്ക് ചെന്ന് നോക്കാം. അയ്യോ, ഇവിടോട്ടല്ലേ വന്നേ? കണ്ടില്ലല്ലോ. അപ്പുറത്ത് മറ്റേ ഡാൻസിനൊക്കെ ഉള്ളവർ നിൽക്കുന്നില്ലേ, അങ്ങോട്ടങ്ങനെ പോയി കാണും. എന്തായാലും റിസപ്ഷനിസ്റ്റ് നിൽക്കാൻ ടൈം ആകുമ്പോൾ അവിടെ വന്നോളൂ, അപ്പോൾ കാണാം. ശരിയാ, എന്നാൽ നമുക്ക് അങ്ങോട്ട് പോകാം. അശ്വിനി, നമുക്കിനി ഇത് ചേഞ്ച് ആക്കണ്ടേ? മറ്റേ പ്രൊഫഷൻസിക്ക് കയറുമ്പോൾ യൂണിഫോമിലല്ലേ കയറാൻ പറഞ്ഞു. അതിനി ഒരുപാട് ടൈമുണ്ട്. ഇപ്പം തന്നെ പ്രസംഗമുണ്ട്, അത് കഴിഞ്ഞിട്ട് ഇനാഗ്രേഷൻ സോങ് പാട്ടുകാരൻ്റെ, അത് കഴിഞ്ഞിട്ട് ഹെഡ് ഗേളിൻ്റെ എന്തോ ടോക്കുണ്ട്, അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രൊഫഷൻസിൽ കൊടുത്തോളും. അപ്പോഴേക്കും മാറിയാൽ മതിയടാ. എന്നാൽ പിന്നെ പാട്ടുകാരനെ പാട്ട് കഴിയട്ടല്ലേ, അപ്പോഴേക്കും മാറാം. ആണോ? അപ്പോഴേക്കും മാറ്റാം. ദിയ എന്നെ ഹെൽപ്പ് ചെയ്യണേ കേട്ടോ. ടൈം അതിനാണ് ആ സമയത്തല്ലേ ഹെൽപ്പ് ചെയ്യാം. ദിയ, നല്ല പരിപാടിയാണ് കേട്ടോ കാണിച്ചത്. ഞാൻ മര്യാദയ്ക്ക് ഒതുങ്ങിപ്പോയതല്ലേ, നീ എന്തിനാ പിടിച്ച് തള്ളിയേ? ജസ്റ്റ് മിസ്സിനെ ഇപ്പോൾ പാട്ടുകാരൻ മേത്ത് വീണാണ്. ഇടി മണ്ടൂസേ, അതിനല്ലേ ഞാൻ പിടിച്ച് തള്ളിയത്. പക്ഷെ നീ എന്തോ വീണില്ല. അതിന് നീ എന്നെ വായിക്കോറാ, കൊള്ളാമല്ലോ. ഡി നിർത്തിക്കോ, അതൊന്നും ശരിയാവില്ല. എന്തിനാ വെറുതെ, അതൊന്നും ശരിയല്ല. വിട്ടെ അങ്ങനെ വേണ്ട. കൊള്ളാം. എടാ, ആ പാട്ട്, എടാ എനിക്ക് തോന്നുന്നത് പാട്ടുകാരുടെ സൗണ്ട് പോലെ ആയിരിക്കും. നീ ചെന്ന് നോക്ക്, ഇത് വീഡിയോ എടുക്കണ്ടേ? ആണോ? വാ നോക്കട്ടെ. പൂവേ പൂവേ താഴം പൂവേ നെഞ്ചിൻ നാളം നീ വീണ്ടും വീണ്ടും കാണാൻ തോന്നും മായാജാലം നീ അഴകേ
ആഴിക്കണ്ണാലെ തഴുകും അമ്പിളി കുഞ്ഞോളെ അരികിൽ ചേർന്നിരിക്കൂലേ നിലവേ വെറുതെ വാടി നിൽക്കാതെ ചിരിയിൽ മുത്തുകുടഞ്ഞാട്ടെ മഴവിൽ ചന്തമേ എന്നുമെൻ സ്വന്തമേ കിളിയെ തത്തക്കിളിയെ കൊഞ്ചി പറന്നൻ കൂട്ടിലെത്തൂലെ നിറയെ ചിന്നിച്ചിതറും കൊതിയായി കുറുമ്പേ കള്ളക്കുറുമ്പേ ഉള്ളിലൊളിക്കും നാണമെന്താണ് പുലരെ മുത്തിപ്പുണർന്നൊന്നലിയാ എന്തായിരുന്നു തകർത്ത് വീഡിയോ എടുക്കലായിരുന്നല്ലോ. അതുപോലെ തന്നെ പാട്ടുകാരൻ നോക്കുന്നു, നീ നോക്കുന്നു, എന്തൊക്കെയായിരുന്നു. അത് തന്നെ നോക്കിയായിരുന്നു. എന്തിനാണെന്നോ വെറുതെ കാഷ്വലില്ലാതെ നോക്കുന്നത് നോക്കിയായിരിക്കും. അതെന്താണെന്ന് നീ ചെന്ന് ഇഷ്ടം പറഞ്ഞു കഴിയുമ്പോൾ അറിയാൻ പറ്റും. നമുക്ക് നോക്കാം. ഓക്കെ, എനിവേ പാട്ട് കഴിഞ്ഞില്ലേ? അപ്പോൾ നമുക്ക് പോയി ചേഞ്ച് ആക്കണ്ടേ പ്രൊഫൈൽസിലേക്ക് കയറാൻ. അതിപ്പോൾ ഞാൻ അവൻ നോക്കി നിൽക്കുമായിരുന്നു, കണ്ടതുമില്ല. ശരി, ഇനിയിപ്പം മാമ. അയ്യോ അത് ശരിയാണല്ലോ, അശ്വിനെ കണ്ടില്ലല്ലോ. എപ്പോൾ വരുമെന്നോ? ഇനിയിപ്പോൾ ടൈം ആവാറായില്ലേ? ഒന്നാമത് ഇതെല്ലാം വലിച്ചു പോരാൻ പാടാണ്. എൻ്റെ കാര്യമാണെന്നൊക്കെ അറിയാമല്ലോ, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ കുറച്ച് നേരം നിൽക്കായിരുന്നു. ഇപ്പോൾ പോയാലോ അതോ ഇനി നിൽക്കണം? ഇല്ലടാ സാരില്ല, നിങ്ങൾ നമുക്ക് പോയി മാറ്റാം. അപ്പോഴേ പ്രിയ, എപ്പോഴാണ് നീ പറയുന്ന അർച്ചത്തിനോട്? അതിപ്പോൾ പറയാം. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവളെ എനിക്ക് എന്താ പറയുക, അവളവനെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. ആ സമയത്ത് പറയാം. ശരി ശരി, പറഞ്ഞാൽ മതി. പ്രിയ, ഇന്നലെ നീ പറയുന്നേ എന്തായി? പ്ലാൻ ചെയ്തോ എങ്ങനെ എപ്പോഴാണ് നിൽക്കുള്ളത്? നിനക്ക് ചോദിച്ചാൽ അറിയത്തില്ലടോ. സമയമാകുമ്പം പറയാം. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവളെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഞാൻ പോയി പറയാം. ഓക്കെ ഓക്കെ, നല്ലപോലെ നടക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്. ശരി ശരി, അതവിടെ നിൽക്കട്ടെ. നീ ഇന്നലെ എന്തോ പറയാൻ വന്നില്ലേ, അത് പറ. അത് ഞാൻ പറഞ്ഞില്ലല്ലേ നിന്നോട്, ഞാൻ കമ്മിറ്റഡ് ആയടാ. ആഹാ, കൺഗ്രാറ്റ്സ്ഡാ. അല്ല, ആളാരാ? നീ അന്ന് പറഞ്ഞതാണോ? അതൊന്നുമല്ല, ഇതെൻ്റെ ഫാമിലിയിൽ നിന്നുള്ള ഒരാളാണ്. ആണോ? നന്നായി, കൺഗ്രാറ്റ്സ്. എന്നാൽ നല്ലപോലെ പോട്ടെ. എന്നാൽ ശരിയാടാ, നടക്കട്ടെ. നീ ടൈം ആകുമ്പോൾ ചെന്ന് പറയും. ഓൾ ദ ബെസ്റ്റ്. ശരിയാടാ, അങ്ങനെ ആട്ടെ. താങ്ക് യു. പെങ്ങളെ എന്തൊക്കെയുണ്ട്? പ്രൈസൊക്കെ കിട്ടിയെന്ന് കേട്ടോ. ഇതെവിടെയായിരുന്നു ഇത്രയും നേരം? ഇപ്പോഴാണല്ലോ വന്നത്. അതിന് ലേറ്റായിട്ടൊന്നും അങ്ങനെയാണല്ലോ, എല്ലാം ഇപ്പോഴല്ലേ അറിയാം. സോറി പെങ്ങളെ, കുറച്ച് ലേറ്റായിപ്പോയി. കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. എന്നാലും ഞാൻ പറഞ്ഞല്ലേ നേരത്തെ പറഞ്ഞു. എനിക്കതിൻ്റെ വീഡിയോ എടുത്തല്ലോ പ്രൈസ് കിട്ടുന്ന. എന്നിട്ട് അയ്യോ സോറി പെങ്ങളെ, വിട്ടേക്കത്. വീഡിയോ അല്ലേ, നമുക്ക് സെറ്റാക്കാം. അതൊക്കെ സെറ്റ് ഔട്ട് ചെയ്യാം. എന്നാൽ പിന്നെ ഞാനങ്ങനെ ചെല്ലട്ടെ. പിന്നെ ഫോട്ടോ എടുക്കണ്ടേ? ഞാൻ അപ്പോഴത്തേക്കും അങ്ങ് എത്തിക്കാം. ശരി, ഓക്കോ. പിന്നെ വന്നാൽ മതി. പോകുന്നതിന് മുന്നേ ഫോട്ടോ എടുത്തേക്കാം. ഫോട്ടോ നമുക്ക് ഇപ്പം തന്നെ എടുക്കാം. നീ വാ, എന്തായാലും ലേറ്റ് ആക്കണ്ട. ഇപ്പോൾ ഫോട്ടോ എടുത്ത് സെറ്റല്ലേ? പിന്നെ എന്താ ഇനിയിപ്പോൾ പറഞ്ഞോ? ഇല്ല ചേട്ടാ, ഒരു പ്രോഗ്രാം കൂടെ കഴിയട്ടെ, എന്നിട്ട് നേരിട്ടൊന്ന് പറയാം. ആണോ? ഓക്കെ, എന്നാൽ പിന്നെ നടക്കട്ടെ. എല്ലാം കഴിഞ്ഞിട്ട് വീടെത്തിയിട്ട് എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി എന്തായിരുന്നു. ഓക്കെ, ഞാൻ വീട്ടിൽ ചെന്നിട്ട് മെസ്സേജ് ഇട്ടേക്കാം. എന്നാൽ പിന്നെ ഞാൻ പോയിട്ട് കുറച്ച് പരിപാടി ഉണ്ട്. ശരി ചേട്ടാ, ഓക്കോ. ചേട്ടൻ ഇത് കൂടെ ഫോട്ടോ എടുക്കലൊക്കെ ആയിരുന്നല്ലോ, എന്തായിരുന്നു? അല്ല, നിന്റെ മൂത്തിന് എന്തെറ്റി? എന്താണ് നീ കരയുന്നത്? ഒന്നുമില്ലടാ, വെറുതെ നീ വിഷമിക്കൂല. നീ കാര്യം പറ, എന്തുകൊണ്ട്? അത് പിന്നെ ഞാൻ പറയാം. ഫാർമസിയെ പെട്ടെന്ന് ഞാൻ പാർട്ടാക്കാൻ വിചാരിച്ചു. കാരണം ഒരുപാട് ലോങ് കണ്ടിട്ട് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഫോണിൻ്റെ ഇഷ്യൂസ് കാരണം. ഇപ്പോൾ പാർട്ടായിട്ട് ഇടുമ്പോൾ 2 പാർട്ടായിട്ട് വീഡിയോ വരുമല്ലോ, അപ്പോൾ കണ്ടൻറ്റ് ഈക്വലാവും. അതായത് വീഡിയോയുടെ എഡിറ്റും ഈക്വലാവും. ഇതിൽ ലോങ് എഡിറ്റ് ചെയ്യാൻ പാടാണ് എനിക്ക്. ഈ ഫോൺ ഇഷ്യൂസ് ഉണ്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് 2 പാർട്ടായിട്ട് ഇടാനാണ് പോകുന്നത്. ഫസ്റ്റ് പാർട്ട് ഇത്രയാണ്, സെക്കൻഡ് പാർട്ടും ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ എപ്പിസോഡ് ഇന്നലെ ഇടാമെന്ന് പറഞ്ഞായിരുന്നു സാറ്റർഡേ, പക്ഷേ കുറച്ച് കാര്യങ്ങളൊന്നും നടന്നില്ല. അതുകൊണ്ടാണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. ക്ഷമിക്കണം, ഞാൻ പാർട്ട് 2 കൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.